ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മധുരം കേട്ടോ. പായസമാണോ എന്ന് ചോദിച്ചാൽ പായസം പോലെയാണ്, പക്ഷേ പായസത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് പായസമല്ല, നമ്മുടെ പാൽ കൊഴുക്കട്ടയാണ്. ഏത്തപ്പഴം പാൽ കൊഴുക്കട്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ എല്ലാ പ്രായക്കാർക്കും ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അഷ്ടമിരോഹിണിയൊക്കെ ആയിട്ട് ഒരു മധുരം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. പായസങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പായസം ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പാൽ കൊഴുക്കട്ട ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ച് തൊലിയൊക്കെ മാറ്റി അതിനുള്ളിലുള്ള നാരും ബ്ലാക്ക് സീഡ്സും എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല പഴുത്ത പഴമാണ് കേട്ടോ, തൊലിയൊക്കെ കറുത്ത് നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇത്രയും പഴുത്ത പഴം തന്നെ ഈ റെസിപ്പിക്ക് എടുക്കുക. പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കേണ്ടി വരും, കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പഴുപ്പ് കൂടിയ പഴം തന്നെ എടുക്കാം. അതിലേക്കായിട്ടൊരു 100 ഗ്രാം ശർക്കര, മാക്സിമം 100 ഗ്രാം ശർക്കര മതി. നമുക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 125 ഗ്രാം വരെ ചേർക്കുക, ഇല്ലെങ്കിൽ 100 ഗ്രാം ശർക്കര ചേർക്കുക. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും വേണം. 1-ാം പാല് 3/4 കപ്പ്, 2-ാം പാല് 1.25 കപ്പ്, 3-ാം പാല് 1.5 കപ്പ്, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. അരിപ്പൊടിയുടെ അളവ് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. പഴത്തിൽ എത്രത്തോളം നനവുണ്ടോ അതനുസരിച്ച് അരിപ്പൊടി ചേർക്കേണ്ടി വരും. ഇത് പത്തിരിയുടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പാകത്തിൽ എടുത്ത അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ അരിപ്പൊടിയുടെ അളവ് ചേർത്ത് കഴിയുമ്പോൾ പറയാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യ്, ഏലക്കാപ്പൊടിയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ശർക്കര ഒന്ന് ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതെല്ലാം കുഴച്ച് നമുക്ക് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം ശർക്കര മെൽറ്റ് ചെയ്യാൻ വയ്ക്കട്ടെ. ശർക്കര മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ പഴവും അരിപ്പൊടിയും ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. പഴം ആദ്യം കുറച്ച് കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രം മതി എന്നല്ല ഞാൻ പറയുന്നത്, 3 ടേബിൾ സ്പൂൺ വീതം നമുക്ക് പല പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഇപ്പോൾ ചേർത്ത് കുഴയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കുഴയ്ക്കാം, ഇല്ലെങ്കിൽ കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ കുഴച്ച് കഴിഞ്ഞിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പഴം ഇതുപോലെ ഉടഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്തോളൂ കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉടഞ്ഞ് കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിലാക്കിയെടുക്കുക. അതുവരെ അരിപ്പൊടി ചേർത്തുകൊണ്ടിരിക്കണം, വെള്ളമൊന്നും ചേർക്കരുത്. നമുക്കിപ്പോൾ ഈ പഴത്തിലേക്ക് അരിപ്പൊടി മാത്രമേ ചേർക്കാനുള്ളൂ, വേറെ ഒന്നും ചേർക്കാനില്ല. പിന്നെ ഇത് പശുവിൻ പാലിലും ചെയ്യാം. ടേസ്റ്റ് കൂടുതൽ തേങ്ങാപ്പാലിൽ ശർക്കര ചേർത്ത് ചെയ്യുമ്പോഴാണ്. പശുവിൻ പാലിൽ പഞ്ചസാര ചേർത്ത് നമുക്ക് ഈ സെയിം റെസിപ്പി ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മുടെ അരിപ്പൊടിയൊക്കെ പഴത്തിലേക്ക് മിക്സ് ആയി കഴിഞ്ഞു. നമുക്ക് വീണ്ടും അരിപ്പൊടി ചേർക്കാം. വീണ്ടും കുഴയ്ക്കുക. ഇതുപോലെ തന്നെ കുഴച്ച് ഞാനിതൊന്ന് ചപ്പാത്തി മാവിൻ്റെ പാകത്തിലാക്കി എടുക്കട്ടെ. അപ്പോൾ പറയാം കേട്ടോ എത്ര അരിപ്പൊടിയാണ് ഇപ്പോൾ ഈ പഴത്തിലേക്ക് ചേർത്തിരിക്കുന്നതെന്ന്. ഞാനിപ്പോൾ നമ്മുടെ പഴവും അരിപ്പൊടിയും ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടി വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞ പോലെ തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ആ പഴത്തിൻ്റെ നനവിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. നമ്മുടെ കയ്യിൽ നെയ്യോ എണ്ണയോ തടവിയിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഒരുപാട് വലിയ ബോൾസ് ആയി പോകരുത്. ഇതുപോലെ ഒന്ന് ബലം കൊടുത്ത് കുഴയ്ക്കാം കേട്ടോ. അപ്പോൾ നെയ്യും ഏലക്കപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും, പഴത്തിൻ്റെയും അരിപ്പൊടിയുടെയും. ഇനി നമുക്ക് കയ്യിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കാം. ചെറിയൊരളവിൽ മാത്രം നെയ്യ് തടവിയാൽ മതി. നമുക്കിതിൽ നിന്ന് ചെറിയൊരു ബോൾ എടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇത്രയുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസ്. ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുട്ടികളെയും കൂടി ഉൾപ്പെടുത്താം കേട്ടോ. നമ്മൾ ഈ പഴം ഒന്ന് നേരത്തെ സമയമുള്ളപ്പോൾ വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്, വേഗം തന്നെ തീരും. അപ്പോൾ ഞാനിതെല്ലാം ബോൾസാക്കി എടുക്കട്ടെ. നമ്മുടെ ഏത്തപ്പഴം ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ ആദ്യമേ ശർക്കരയല്ല ചേർക്കേണ്ടത്, നമ്മുടെ തേങ്ങാപ്പാലാണ്. നിങ്ങൾ പശുവിൻ പാലിലാണ് വേവിക്കുന്നതെങ്കിൽ പാലിൽ വേവിച്ചിട്ട് പിന്നെ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് വേവിക്കാൻ വയ്ക്കട്ടെ.
അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മൂന്നാം പാൽ നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉരുളിയിലേക്ക് ഒഴിക്കുക. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഉരുളിയിൽ ചെയ്യാത്തത്. അപ്പോൾ ഈ പാല് തിളയ്ക്കണം. മൂന്നാം പാലായതുകൊണ്ട് തിളച്ചാലും കുഴപ്പമില്ല, നമ്മൾ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത പാലാണ്. അതുകൊണ്ട് മൂന്നാം പാൽ തിളയ്ക്കാം. തിളച്ച് വന്നിട്ട് വേണം നമ്മുടെ ബോൾസ് ചേർക്കാൻ, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോവും. നമ്മുടെ ബോൾസിൽ അരിപ്പൊടിയാണല്ലോ ഉള്ളത്, അത് വെള്ളത്തിലേക്ക് മിക്സ് ആവും. അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബോൾസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിള വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് പതുക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് നീക്കി ഇട്ട് കൊടുക്കുക. ഷേപ്പൊന്നും വ്യത്യാസം വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ പതുക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ ബോൾസ് നന്നായിട്ട് തിളച്ച് കുക്കായി വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 7-8 മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിച്ചോളൂ. അപ്പോൾ നമ്മുടെ ബോൾസ് ഒന്ന് തിളച്ച് കുക്കായി വന്നോളും. ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം എന്താ പാലിൽ കിടന്ന് ഒന്ന് തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വലിപ്പം വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ വറ്റി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിലെ മധുരം ഈ കൊഴുക്കട്ടയിലേക്ക് പിടിച്ചു വരുന്നത് വരെ വീണ്ടും നമ്മളൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ ആദ്യം ചെറിയ ബോൾസാണ് ഉണ്ടാക്കിയത്, അതൊക്കെ വലുതായി കഴിഞ്ഞു. നമ്മൾ വലിയ ബോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുക്കായി വരാൻ കൂടുതൽ ടൈം എടുക്കും. അതുപോലെ തന്നെ വീണ്ടും വലിപ്പം വയ്ക്കും. അരിപ്പൊടി ഒന്ന് വെള്ളമൊക്കെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ വീണ്ടും കൂടുതൽ വലിപ്പം വയ്ക്കുക. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ബോൾസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ശ്രദ്ധിച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഈ ശർക്കരപ്പാനിയും കൂടി വറ്റി വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടാനായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് രണ്ടാം പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വേറെ തിക്കനിങ് ഏജൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, മൈദയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ അരിപ്പൊടി തന്നെയാണ് നമ്മളൊന്ന് കുറുകാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് പകുതി വറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരിപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കണം. പകുതി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നമ്മുടെ പിടി അല്ലെങ്കിൽ ബോൾസിലേക്കൊക്കെ പിടിച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഞാൻ കലക്കി വയ്ക്കാൻ പറഞ്ഞില്ല, ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കി വയ്ക്കാൻ പറഞ്ഞില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് വേഗം കുറുകി കിട്ടാനാണത്. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ വെച്ച് തന്നെ കുറുക്കിയെടുക്കാം. ഇതാകുമ്പോൾ വേഗം കുറുകി കിട്ടും. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ കുറുകി തുടങ്ങും കേട്ടോ. കണ്ടോ, കുറുകി തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ രണ്ടാം പാലാണ്. അപ്പോൾ ഈ അരിപ്പൊടി ഒന്ന് കുക്കായി വരണം. ഫ്ലെയിം ഒന്ന് കുറച്ച് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബോൾസ് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് തിക്നെസ് വേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ അരിപ്പൊടി ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് രണ്ടാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ പായസത്തിൻ്റെയൊക്കെ ഒരു ഏകദേശം മോഡലാണെങ്കിലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ചെറിയ മധുരമുള്ള ബോൾസൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കണം. നമ്മൾ പൊടി കുഴച്ചപ്പോൾ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിലും തേങ്ങാപ്പാലിനൊക്കെ ആ ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് വേണ്ടേ, അതിനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. രണ്ടാം പാൽ ചേർത്തിട്ട് ഒരുപാട് തിളച്ച് വരേണ്ട ആവശ്യമില്ല. നമ്മൾ അരിപ്പൊടി ചേർത്ത് കുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ രണ്ടാം പാൽ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം കൊഴുക്കട്ടയുടെ ആ ഒരു പാല് വേണം എന്നുള്ളതനുസരിച്ച് തിളപ്പിക്കാം. ചില ആളുകൾക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുന്ന പാലായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള പാലായിരിക്കും ഇഷ്ടം. അതനുസരിച്ച് തിളപ്പിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂട് മാറി വരുമ്പോൾ പാല് കട്ടിയായിപ്പോവും. അപ്പോൾ ഒരുപാട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചൂട് മാറി കഴിയുമ്പോൾ കംപ്ലീറ്റ് പാല് കട്ടിയായിപ്പോവും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഒന്നാം പാല് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഏത്തപ്പഴം പാൽ കൊഴുക്കട്ട റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ പഞ്ചസാരയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഏത്തപ്പഴത്തിൻ്റെ മഞ്ഞ കളർ തന്നെ ഉണ്ടാവും. നമ്മൾ ശർക്കരയിൽ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു കളറായത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വൈകുന്നേരം 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന റെസിപ്പിയാണ്. ശർക്കരയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും കഴിക്കാം. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും വളരെ ചെറിയ അളവിൽ കഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാലും അരിപ്പൊടിയൊക്കെ അല്ലേ, വേറെ നമ്മളിതിൽ ചേർക്കാൻ പാടില്ലാതെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും റേസിൻസും നമ്മൾ പായസത്തിൽ വറുത്തിടുന്ന പോലെ വറുത്തിടാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂട് മാറി വരുമ്പോൾ കുറുകി വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് ചൂട് മാറി കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നല്ല ചൂടോടെ കഴിക്കരുത്, ഇളം ചൂടിൽ കഴിക്കുക. ഇല്ലെങ്കിൽ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കുക. നമ്മുടെ പായസമൊക്കെ കഴിക്കുന്ന പോലെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ ഇളം ചൂടിൽ കഴിക്കാം. പശുവിൻ പാലാണെന്നുണ്ടെങ്കിൽ കൈയെടുക്കാതെ ഇളക്കണം, പാലിൻ്റെ പാട വരരുത്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ കൈ വിട്ട് നിൽക്കരുത്, കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി, വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ പഴത്തിൻ്റെ ഉള്ളിലുള്ള നാരും സീഡ്സും ഒക്കെ എടുത്ത് മാറ്റിയാലേ ഇതുപോലെ ഭംഗിയുള്ള കൊഴുക്കട്ട കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കൊഴുക്കട്ടയിൽ ബ്ലാക്ക് സീഡ്സൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അത് ആരും വരുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് കൊഴുക്കട്ട റെഡിയാക്കാമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ മധുരം കുറവാണെങ്കിൽ വീണ്ടും ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് സ്റ്റേജിലാണെങ്കിലും മധുരം ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.